ഹലോ, എല്ലാവർക്കും നമസ്കാരം. OC മല്ലു ഫാം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. വീണ്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ മകളുടെ സ്കൂളിലെ ബുക്ക് വീക്ക് സെലിബ്രേഷൻ ആൻഡ് പാരേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബുക്ക് വീക്ക് എന്ന് പറയുന്നത് ഇവിടെ ഓസ്ട്രേലിയയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിൽ നടത്തുന്നതാണ്. അത് സ്കൂളുകളിലും കിൻഡർ ഗാർഡനിലുമായിട്ടാണ്. അപ്പോൾ അത് ഞങ്ങളിന്ന് കാണാനായിട്ട് പോയി. അപ്പോൾ മോളിന്ന് മെർമെയ്ഡ് കോസ്റ്റ്യൂമാണ് ഇട്ടിരുന്നത്. കുട്ടികളെല്ലാവരും പല കോസ്റ്റ്യൂമുകളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂമുകളിൽ വരും. അപ്പം ബുക്ക് റീഡിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ആയിട്ടാണ്. അതിനുശേഷം ഞാനും മോനും കൂടെ മോളുടെ സ്കൂളിൽ തന്നെ പ്ലേ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ 0 to 4 years ഉള്ള കുട്ടികൾക്ക് അവിടെ നമുക്ക് 9 മണി മുതൽ 11 മണി വരെ ആഴ്ചയിൽ ഒരു ദിവസം മറ്റു കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ നേരം സ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ സ്കൂളിനോടടുത്ത് തന്നെയുള്ള ഒരു പാർക്കിൽ കുറച്ച് നേരം ഞങ്ങൾ പോയി കളിച്ചു. അതുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാനായിട്ട് ഞങ്ങൾ നടന്നാണ് പോകുന്നത്. ഞങ്ങൾ സ്കൂളിലേക്ക് പോയത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ്. ഞങ്ങളുടെ മോൻ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചൈൽഡ് കെയറിലാണ് പോകുന്നത്. മോൾ ഇവിടെ സൗത്ത് ഓസ്ട്രേലിയയിലെ ഒരു പബ്ലിക് സ്കൂളിലാണ് പോകുന്നത്. ഇവിടെ ഒരു ടേം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വർഷത്തിൻ്റെ തുടക്കം ജാനുവരിയിൽ തുടങ്ങി ഡിസംബറിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ എല്ലാ സ്കൂളുകളിലും 4 ടേമുകളാണുള്ളത്. അപ്പോൾ ഓരോ ടേം തീരുമ്പോഴും ഇവർക്ക് ചെറിയൊരു ബ്രേക്ക്, വെക്കേഷൻ പോലെ 2 or 3 weeks വെക്കേഷനായിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ CBSE, ICSE, സ്റ്റേറ്റ് സിലബസ് എന്നുള്ളതുപോലെ തന്നെ IB സ്കൂൾ, അതായത് ഇൻ്റർനാഷണൽ ബാക്കലറേറ്റ് സിലബസ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. അവിടെ ആക്ടിവിറ്റീസ് വഴിയാണ് കുട്ടികളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഓരോ ക്ലാസ്സിലും ഉള്ള കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ എഡ്യൂക്കേറ്റേഴ്സിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടും പറ്റും. ആക്ടിവിറ്റീസിലൂടെയും കളികളിലൂടെയുമുള്ള പഠനമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകാനും സ്കൂളിലെ വിവിധ പരിപാടികളിൽ ഏർപ്പെടാനും ഒത്തിരിയേറെ താല്പര്യം കാണിക്കാറുണ്ട്.